നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സച്ചിദാനന്ദഘനസ്വരൂപിണേ കൃഷ്ണായ ചാനന്ദസുഖാഭിവർഷിണേ വിശ്വോദ്ഭവസ്ഥാനനിരോധഹേതവേ നുമോ വയം ഭക്തിരസാപ്തയേ നിശം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവായൂരപ്പ സന്തോഷിക്കണേ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീമദ് ഭാഗവത സദസ്സിൽ ഭഗവത് കഥകൾ കേൾക്കാനും ഭഗവാന്റെ അനുഗ്രഹം സ്വാംശീകരിക്കുവാനും വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരാത്മപരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എത്ര കാലമായി ഭാഗവതാനുസ്മരണത്തിലൂടെ ജീവിതം നയിച്ചു തുടങ്ങിയിട്ട്? ആരംഭകാലത്തുണ്ടായിരുന്ന മനോഭാവമാണോ ഇപ്പോൾ നമുക്കോരോരുത്തർക്കും മനസ്സിലുള്ളത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ മാറ്റം മാനസികമായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സത്വഗുണാത്മികമായിരിക്കുന്ന ഒരു ഭാവം മനസ്സിൽ. പണ്ട് ഒരു കഥയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ. ഒരു മഹാബ്രാഹ്മണൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. കുറേശ്ശൊക്കെ ഭാഗവതം വായിക്കും. അപ്പോൾ ആ നാട്ടിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹം മഹാരാജാവിനോട് പറഞ്ഞു, ഞാൻ ഒരാവർത്തി ഭാഗവതം ഇവിടെ ഇരുന്ന് വായിക്കാം. അപ്പോൾ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. രാജാവിൻ്റെ കയ്യിൽ നിന്ന് ധാരാളം ധനം കിട്ടും, അതുകൊണ്ട് കുടുംബം നയിക്കാം എന്നുള്ളൊരു ഉദ്ദേശമാണ് എന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് ഉടനെ ചോദിച്ചു, അങ്ങ് എത്ര തവണ ഭാഗവതം പാരായണം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. എന്തോ ഒരു കഥ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഒരിക്കൽ കൂടി ഇല്ലത്ത് പോയിരുന്ന് ഭാഗവതം വായിക്കൂ. നിരാശയോടുകൂടി അദ്ദേഹം തിരിച്ച് ഇല്ലത്തേക്ക് വന്നു. വീണ്ടും രാജാവ് പറഞ്ഞതല്ലേ, ഒരാവർത്തി കൂടി ഭാഗവതം വായിച്ചു. തിരിച്ച് കൊട്ടാരത്തിലേക്ക് ചെന്നു. രാജാവ് ചിരിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ തിരിച്ചയച്ചു. ഒരു പ്രാവശ്യവും കൂടി ഭാഗവതം ഒരാവർത്തി വായിച്ചു വരും. ഇങ്ങനെ പലതവണ തിരിച്ചയച്ച ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. കൊട്ടാരത്തിലേക്ക് വരുന്നില്ല. ദൂതന്മാരെ പറഞ്ഞയച്ച് എന്താ സ്ഥിതി എന്നന്വേഷിക്കാൻ
പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ആ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം നിവർത്തിവെച്ച് ഒരക്ഷരവും പാരായണം ചെയ്യാൻ സാധിക്കാതെ കണ്ണിൽ വെള്ളവും നിറച്ചുകൊണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ് ദൂതന്മാർ വന്നപ്പോൾ കണ്ടത്. മഹാരാജാവിനെ ചെന്നറിയിച്ചു വിവരം. രാജാവ് എന്തു ചെയ്തു എന്നാണെങ്കിൽ ഒരു പല്ലക്ക് കൊടുത്തയച്ചു അങ്ങോട്ട്. എന്നിട്ട് അദ്ദേഹത്തെ ആഘോഷത്തോടുകൂടി കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. അപ്പം ഇതേവരെ അദ്ദേഹം ഭാഗവതം വായിച്ചിരുന്ന സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിചാരം ലൗകിക ജീവിതം സുഖമായി തീരണം, ധാരാളം സമ്പത്തും അതെല്ലാം ഉണ്ടാവണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ജപിച്ചതാണ്. അതിൽ നിന്ന് മാറിയിട്ട് ഭഗവാനെ അനുഭവപ്പെടണം എന്നുള്ള ഒരവസ്ഥയിൽ ഭാഗവതത്തെ സമീപിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അതിലത്തെ ഓരോ അക്ഷരവും ശ്രീകൃഷ്ണ സ്വരൂപമായിട്ട് അനുഭവപ്പെട്ടു. പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. ആ ഒരവസ്ഥയിലേക്ക് നമുക്കൊക്കെ ഉയരണമെന്നുണ്ടെങ്കിൽ എത്ര കാലത്തെ ഉപാസന വേണ്ടി വരും ചോദിച്ചാൽ നിശ്ചയമില്ല. പക്ഷേ ഒന്നാവാം, എത്രയും പെട്ടെന്ന് ഞങ്ങളെയും ആ ഒരു പദവിയിലേക്ക് മാനസികമായിട്ട് ഉയർത്തണേ എന്ന ആ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭാഗവതത്തിലെ ഓരോ കഥാപാത്രത്തെയും എടുത്തു നോക്കിയാൽ ആ ഒരു ഉത്തമ ലക്ഷ്യം സ്വാംശീകരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനി സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിഭിരതുലൈരാശ്രമൈര്യോഗഭേദൈ. ഭക്തി എന്നൊരു വികാരം കൊണ്ട് മാത്രം എടുത്ത് നോക്കണ്ട. ഇപ്പോൾ ഭാഗവതത്തിലെ പല കഥാപാത്രം, കംസൻ, ശിശുപാലൻ, യുധിഷ്ഠിരൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, പരീക്ഷിത്ത് മഹാരാജാവ്, ഇവരൊക്കെ വ്യത്യസ്ത ഭാവത്തിലായിരുന്നു ഈശ്വരനിലേക്ക് അടുത്തത്. ഏത് ഭാവത്തിലായാലും വിരോധമില്ല. ഗോപസ്ത്രീകളൊക്കെ ആണെങ്കിലേ ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യ, വ്യക്തമായിട്ട് ഭട്ടതിരിപ്പാടവിടെ പറഞ്ഞു, ന പരമാത്മതയാ, കൃഷ്ണൻ ഈശ്വരനാണെന്നുള്ള ചിന്ത ഒരിക്കലും അവർക്കുണ്ടായിരുന്നില്ല. ജാരഭാവേനയായിരുന്നു അവർ ഭഗവാനെ കണ്ടിരുന്നത് എന്ന്. എന്നിട്ടും അവരെയൊക്കെ ഭഗവാൻ സ്വന്തമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചു ഇല്ലേ. പരീക്ഷിത്ത് ഇവിടെ പ്രകൃതം പരീക്ഷത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ ഇത്രയും വിവരിച്ചത് എന്തിനാണെന്നുണ്ടെങ്കിൽ ആ പരീക്ഷത്തിൻ്റെ കുടുംബത്തിലേക്കൊന്ന് എടുത്ത് നോക്കാം നമുക്ക്. പരീക്ഷത്തിൻ്റെ മുത്തച്ഛൻ
ആരാണ്? അർജുനൻ. അർജുനൻ വിവാഹം ചെയ്തത് ആരെയാണ്? ശ്രീകൃഷ്ണ സഹോദരിയായിരിക്കുന്ന സുഭദ്രയെ വിവാഹം ചെയ്തു. അതിലൊരു പുത്രൻ ഉണ്ടായി. ആ മരുമകൻ്റെ മകനായിട്ടാണ് പരീക്ഷിത്തിൻ്റെ ജന്മം. ഇവിടെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ലൗകിക ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല കേട്ടോ. ഇതെൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ മരുമകനാണ്, ഈ ഒരു ബന്ധത്തിനൊന്നും ഭഗവാന്റെ അടുക്കെ യാതൊരു സ്ഥാനവുമില്ല. ആരൊക്കെ അനന്യശരണനായിട്ട് ആശ്രയിക്കുന്നുവോ അവരെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഭഗവാന്റെ നിയമം. മഹാഭാരത യുദ്ധത്തിൽ ചക്രവ്യൂഹത്തിൽപ്പെട്ട് ദേഹം ത്യജിക്കേണ്ടി വന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ അഭിമന്യുവിന് വേണമെങ്കിൽ ഭഗവാനെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ഭഗവാൻ അതിന് മെനക്കെട്ടില്ല. സ്വന്തം മരുമകനായിരുന്നു. എന്നിട്ടും ഭഗവാൻ അങ്ങോട്ട് തിരിഞ്ഞു പുറം നോക്കിയില്ല. അതേ അവസരത്തിൽ മരുമകൻ്റെ മകനായപ്പോഴോ പരീക്ഷിത്ത് മഹാരാജാവ് കൗരവ വംശം തന്നെ മുടിക്കാൻ വേണ്ടിയിട്ട് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച സന്ദർഭത്തിൽ മറ്റ് യാതൊരു രക്ഷയുമില്ല, എൻ്റെ ഗുരുവായൂരപ്പ കൃഷ്ണ രക്ഷിക്കണേ എന്നുറക്കെ പാഹി പാഹി മഹായോഗിൻ ഉറക്കെ വിളിച്ച് നിലവിളിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആ ഉണ്ണിയെ, ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബദ്ധശ്രദ്ധനായി. അത് ഭഗവാന് തൻ്റെ മരുമകൻ്റെ ഉണ്ണി എന്നുള്ളതായിരിക്കുന്ന ആ ലൗകിക ബന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ എന്തുകൊണ്ടാണ്? ഭഗവാൻ ഭാഗവതവാത്സല്യതയാ, ഭാഗവതത്തോടുള്ള ഭഗവാന്റെ വാത്സല്യം അതൊന്നുകൊണ്ട് മാത്രമാണ് ശ്രീകൃഷ്ണൻ ഉത്തരാഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാൻ മുതിർന്നത്. എന്താ അത്രയൊക്കെ വാത്സല്യം ഭഗവാന് ഭാഗവതത്തോടെ എന്നാണെങ്കിൽ, ഭഗവാന് രണ്ട് സ്വരൂപമാണ്. ശബ്ദബ്രഹ്മ പരം ബ്രഹ്മ മമോഭേ ശാശ്വതീ തനൂ. ശബ്ദബ്രഹ്മമെന്നും പരബ്രഹ്മമെന്നും രണ്ട് സ്വരൂപം ഭഗവാന്. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാന്റെ നമ്മളൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പീലിത്തിരുമുടി കാർത്തി ഗോപിക്കുറി തൊട്ട് ബാലിട്ട് കണ്ണെഴുതി മകരകുണ്ടലങ്ങളൊക്കെ അണിഞ്ഞുള്ളതായിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ആകർഷണീയമായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപമുണ്ടല്ലോ, അതിന് പരബ്രഹ്മസ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയാം. ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞാലോ അതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞത്. രണ്ട് സ്വരൂപങ്ങൾ, ശ്രീമദ് ഭാഗവതവും അതുപോലെ തന്നെ ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപവും. ശബ്ദബ്രഹ്മവും സച്ചിദാനന്ദ സ്വരൂപവും. ആ ശബ്ദബ്രഹ്മത്തെ ലോകത്തിൽ ഇത്രയധികം ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പാകത്തിൽ അങ്ങോട്ട് വിതരണം ചെയ്യാൻ സാധിച്ചതിൻ്റെ ഒന്നാമത്തെ വ്യക്തി പരീക്ഷിത്ത് മഹാരാജാവാണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനും അല്ലേ, ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ, എളുപ്പം സാധിച്ചു ഭഗവാൻ രക്ഷിക്കാൻ. സുദർശനേന, നേരത്തെ പറഞ്ഞ പോലെ സുദർശനേന സ്വാസ്ത്രേണ. ഭഗവാൻ ആയുധങ്ങൾ നാല് തൃക്കൈകളിൽ 4 ആയുധങ്ങൾ, ശംഖചക്ര ഗദാപത്മങ്ങൾ ആയുധങ്ങളായിട്ടുണ്ട്. പക്ഷേ വളരെ കാലമായിട്ട് ഈ ആയുധങ്ങൾക്ക് ഭഗവാൻ വിശ്രമം കൊടുത്തതാണ്. അതൊന്നും ഭഗവാൻ എടുക്കാറില്ല. ഇതിനൊക്കെ അപ്പുറത്ത് മറ്റൊരായുധമുണ്ട് ഭഗവാന്റെ തൃക്കൈയിൽ.
അതേതാന്നല്ലേ? ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ആ പുഞ്ചിരി. അതാണ് ഏറ്റവും വലിയ ആയുധം. ഗോപസ്ത്രീകൾ, കാത്യായനി പൂജക്കാരികളായിരിക്കുന്ന ഗോപസ്ത്രീകൾ എന്തൊക്കെയോ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഒരക്ഷരം പോലും ഭഗവാൻ മിണ്ടിയില്ല. സ്മിതമേവ ദത്തവാൻ, ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ഭഗവാൻ. ആ പുഞ്ചിരിക്ക് എത്ര കണ്ട് വ്യാപ്തി ഉണ്ടായിരുന്നു എന്ന് അന്നവർക്ക് മനസ്സിലായില്ല. ജാരാത്മനാ ന പരമാത്മതയാ സ്മരന്ത്യ ഗോപ്യോഗതാ പരമഹംസഗതിം ക്ഷണേന. ഈ പുഞ്ചിരിയുടെ അർത്ഥം ഇത്ര വലുതായിരുന്നു എന്ന് മനസ്സിലായില്ല. അവരെ ആനന്ദിപ്പിച്ചു. ബാഹുപ്രസാര പരിരംഭകരാളകോരു നീവീസ്തനാലഭന നർമ്മ നഖാഗ്രപാതയ്യ ക്ഷേല്യാവലോകഹസിതൈരോർജസുന്ദരീണാം ഉത്തംഭയൻ രതിപതിം രമയാഞ്ചകാര. ഗോപസ്ത്രീകളെ മുഴുവൻ സ്വന്തമായിട്ട് ഇങ്ങോട്ട് സ്വീകരിച്ചു ഭഗവാൻ. ഭഗവാൻ ഒരു വ്യക്തിയെ സ്വന്തമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെല്ലാവരും അവരെ സ്വീകരിച്ചു കൊള്ളണമെന്നാണ് ഭഗവാന്റെ നിയമം. അതുകൊണ്ടല്ലേ ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ. ഗോപസ്ത്രീകളെ മുഴുവൻ ഗോപസ്ത്രീകളെ എന്നങ്ങോട്ട് കേൾക്കുന്ന അവസരത്തിൽ വീണ് നമസ്കരിക്കും. ആര്? സാധാരണക്കാരല്ല, ബ്രഹ്മദേവൻ. ശങ്കരമുഖാനപീഹ, ശങ്കരൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാദേവൻ. യദുമാകാന്താദിസിദ്ധേശ്വരാ വന്ദേസ്മത്കുലദൈവതം വ്രജവധൂപാദച്യുതം തദ്രജ. മഹാദേവൻ പറയുന്നത് എന്താണെന്നറിയോ? വ്രജവധൂപാദച്യുതം തദ്രജ. ആ ഗോപസ്ത്രീകളുടെ പാദങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന കാൽപ്പൊടികൾ, ബഹുവചനല്ല കേട്ടോ, വ്രജവധൂപാദച്യുതം തദ്രജ, ഏകവചനാണ് അവിടെ പ്രയോഗിച്ചുള്ളത്. അത് അസ്മൽ കുലദൈവതം, എൻ്റെ കുലദൈവതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ പോലും വീണ് നമസ്കരിക്കുന്നു. ആരെ? ഗോപികമാരെ. ഇത്രയും വലിയ അർത്ഥവ്യാപ്തി സ്മിതമേവ ദത്തവാൻ, ആ പുഞ്ചിരിക്കുണ്ടായിരുന്നു എന്ന് ആദ്യം മനസ്സിലായില്ല ഗോപസ്ത്രീകൾക്ക്, പിന്നീടാണ് മനസ്സിലായത്. ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു ആയുധം. കുന്തിദേവിയോട് അത് തന്നെയായിരുന്നു ഭഗവാൻ. സ്തുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. മന്ദം ജഹാസ വൈകുണ്ഠ, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങോട്ട് പോയി. ആ പുഞ്ചിരിയിലെല്ലാം അടങ്ങിയിരുന്നു. പരീക്ഷത്തിൻ്റെ നേർക്കും അതുതന്നെയാണ്. ഒന്ന് കടാക്ഷിച്ചു. സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാദ്വിഭു. ഭഗവാൻ ഒന്ന് കടാക്ഷിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാക്കാനായിക്കൊണ്ട് സാധിക്കും. ഒരുപാട് നേരം ക്യൂ നിന്ന് അവസാനം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അങ്ങോട്ട് എത്തുന്ന അവസരത്തിൽ ആ മന്ദഹാസസുന്ദരമായിരിക്കുന്ന ആ തിരുമുഖം കാണുന്ന അവസരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും തോന്നും, ഭഗവാൻ എൻ്റെ നേർക്ക് നോക്കിയിട്ടാണ് പുഞ്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തിയെയും അനുഗ്രഹിച്ചുകൊണ്ട് അവരെയൊക്കെ അങ്ങനെ ആ പുഞ്ചിരിയിൽ അങ്ങനെ മയക്കിക്കൊണ്ട് ആ സമയത്ത് മറ്റെല്ലാ ദുഃഖങ്ങളും അങ്ങോട്ട് ഇല്ലാതെയായി തീരും.
അങ്ങനെയാണ് ഭഗവാൻ ഇപ്പോൾ ജനങ്ങളെ, ഭക്തന്മാരെ, തൻ്റെ ദാസന്മാരെയൊക്കെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പരീക്ഷത്തിനും ആ അനുഗ്രഹം പൂർണ്ണമായിട്ട് അനുഭവപ്പെട്ടു. ഉത്തരാദേവിക്ക് ഇതേവരെ കയ്യും കാലും അനങ്ങാതെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ യാതൊരു പ്രതികരണവും മനസ്സിലാക്കാൻ സാധിക്കാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അങ്ങനെയല്ല, നന്നായിട്ട് മൂവ്മെൻ്റ് അനുഭവപ്പെടുന്നുണ്ട്. മാസം മാസം ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെക്കപ്പ് ചെയ്യണ്ടേ, എന്തെങ്കിലും അപകടം ഉണ്ടോ എന്നറിയാൻ വേണ്ടി. പക്ഷെ ഇവിടെ ഒരു ഡോക്ടറെ അടുത്തും പോയില്ല. ഭഗവാന്റെ സാന്നിധ്യം എന്തുമാതിരിയാണിപ്പോൾ ആ കുട്ടി കയ്യും കാലിട്ട് ഇളക്കുന്നതെന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല. പക്ഷേ ഇവിടെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനമായിരുന്നില്ല, പിന്നെയോ ഭഗവാനായിരുന്നു ഇങ്ങനെ അവിടെ കിടന്നിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന അവസരത്തിൽ പിന്നിൽ നിന്ന് അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം വരുന്നുണ്ടോ എന്ന് ഭഗവാന് സംശയം. എന്നിട്ട് പിന്നിലേക്കാണ്ട് പോവുക. അവിടെ ചെല്ലുമ്പോൾ മുമ്പിൽ നിന്ന് വരുന്നുണ്ടോ. ഇങ്ങനെ ആ ഉത്തരയുടെ ആ ഉദരത്തിൽ കിടന്നുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ കയ്യും കാലും ഇട്ട് ഇളക്കിയ അവസരത്തിൽ എന്തൊരു വേദനയൊന്നും അനുഭവപ്പെട്ടില്ല കേട്ടോ, സാക്ഷാൽ ഭഗവാനല്ലേ. അങ്ങനെ എന്നാൽ ഈ ഉണ്ണിയും ഭഗവാനും തമ്മിൽ എന്തൊക്കെയോ അവിടെ വെച്ച് സംസാരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൂടാം എന്നുള്ള നിലയ്ക്ക് പരീക്ഷത്തിന് ഗർഭസംബന്ധമായിരിക്കുന്ന യാതൊരു ദുഃഖവും അനുഭവപ്പെട്ടതുമില്ല. അങ്ങനെ രേവതിയുടെ ഉത്തരാദേവിയുടെ 10 മാസം അങ്ങോട്ട് തികഞ്ഞു. ഭഗവാൻ അവിടുന്ന് അങ്ങോട്ട് അപ്രത്യക്ഷനായി. സൂതികാഗ്രഹത്തിൽ വന്ന് പ്രസൂതി മാരുതൻ ആ ഉണ്ണിയെ പുറത്തേക്ക് അങ്ങോട്ട് തള്ളി. അവിടെ അങ്ങോട്ട് വീണതോട് കൂടിയിട്ട് എല്ലാ ബോധവും അങ്ങോട്ട് ഇല്ലാതെ. ഇതേവരെ താൻ കണ്ടുകൊണ്ടിരുന്ന ആ ഭഗവാന്റെ സ്വരൂപമൊന്നും ഇപ്പം കാണുന്നില്ല. എവിടെ പോയി ആ ഭഗവത് സ്വരൂപം, ആ ശ്രീകൃഷ്ണൻ്റെ ആ അതിമനോഹരമായിരിക്കുന്ന നയനമോഹനമായിരിക്കുന്ന സ്വരൂപം എവിടെയെന്ന് അങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ഉറക്കെ കുവാക്കുക എന്നിങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരുന്നു. പലരും വന്ന് ആ ഉണ്ണിയെ എടുക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ വന്നെടുത്തു. ഭഗവാൻ ഭാഗവത വാത്സല്യതയാ. ആ പദം മറന്നു പോകരുത്. ഏത്? ഭാഗവത വാത്സല്യതയാ. കാരണം ഭഗവാൻ അത്രയും ഇഷ്ടമാണ് ഈ ശ്രീമദ് ഭാഗവതത്തെ. അപ്പം ആ ഭാഗവതം എടുത്ത് ശ്രദ്ധയോടുകൂടി അതിനെ സേവിക്കുന്നവരെയും ഭഗവാന് തീർച്ചയായിട്ടും ഇഷ്ടാവും. ഏതേത് ആപത്തുകൾ വരുമ്പോഴും ആപത്തിൽ പെട്ടതിന് ശേഷം രക്ഷ നൽകല്ല ഭഗവാൻ ചെയ്യുക. പിന്നെയോ ആപത്തിൽ നിന്ന് ഏത് ഉപായത്തിലൂടെയാണ് രക്ഷ നൽകേണ്ടതെങ്കിൽ ആ രക്ഷണോപായമായിട്ട് ആപത്തിൻ്റെ വക്കത്തവിടെ വന്നു നിൽക്കും. അതാണ് ഭഗവാന്റെ പ്രത്യേകത. പലരും പറയാറുണ്ട്, ഞാൻ ഇത്രയൊക്കെ ഗുരുവായൂരപ്പനെ സേവിച്ചിട്ടും ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് ഗുരുവായൂരപ്പനെ പഴിക്കാറുന്നത് കേൾക്കുന്നുണ്ട് പലരും. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്താണെന്നാണെങ്കിലേ അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മളൊക്കെ
ആപത്തിൽ പതിച്ചതിന് ശേഷം രക്ഷപ്പെടുത്തുകയല്ല, അതിൽ വീഴാതെ ഭഗവാൻ കാക്കുകയാണ് ചെയ്യുന്നത്. എത്രയെത്ര ആപത്തുകൾ ഓരോരുത്തർക്ക് വന്നു ചേരുന്നുണ്ടല്ലേ. അത്തരത്തിലുള്ള ആപത്തുകളിലൊന്നും അകപ്പെടാതെ കാത്ത് സംരക്ഷിക്കുന്നതാരാ? ഈ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനാണ്. ശരീരത്തിന് യാതൊരു തകരാറുമില്ല, വലിയ വലിയ രോഗാദികളൊന്നും ബാധിച്ചിട്ടില്ല. അപ്പം പണ്ടുള്ളവർ പ്രാർത്ഥിക്കാറില്ലേ, അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹി മേ കൃപയാനാഥ ത്വയി ഭക്തിമചഞ്ചലം. ആദ്യം ഭഗവാനോട് പ്രാർത്ഥിച്ചത് എന്താ? അനായാസേന മരണം, മരണം നേരെയാക്കി തരണേ എന്നാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്നും സ്വന്തമായിട്ട് വയ്യ എന്നുള്ളൊരവസ്ഥ വരുന്ന അവസരത്തിൽ, പാരതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ജീവിക്കേണ്ടി വരും എന്ന അവസ്ഥ വരുന്ന അവസരത്തിൽ അനായാസേന മരണം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അങ്ങടെ ഭഗവാനിലേക്ക് അങ്ങോട്ട് ചേരാം. എന്നാൽ മരണം വരെയോ വിനാ ദൈന്യേന ജീവനം, ഒരു കഷ്ടപ്പാടും ഇല്ലാതെ അഥവാ അറിയാതെ മരണം വരെ ജീവിക്കാൻ സാധിക്കുക. ഇതിനൊക്കെ ഉപോത്ബലകമായിട്ട് എന്തു വേണം? ത്വയി ഭക്തിമചഞ്ചലം ദേഹി മേ കൃപയാനാഥ, അവിടുത്തെ പാദങ്ങളിലുള്ളതായിരിക്കുന്ന ഉറച്ച വിശ്വാസം. ആ വിശ്വാസത്തിന് ഊനം തട്ടാതെ മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥ. ആ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുർമരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന രോഗാദ്യനർത്ഥങ്ങളോ ആ ഉപസേവിയെ ബാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ പരീക്ഷത്തിനും അതുതന്നെയാണ് അനുഭവപ്പെട്ടത്. പരീക്ഷിത്ത് ആ വംശത്തിൻ്റെ, പാണ്ഡവ വംശത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ പരീക്ഷിത്ത് എന്ന് പറയാം. പിന്നെ ആ ഉണ്ണിയെ യാതൊരു പോറലുമേൽക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ ഒരു കർത്തവ്യം പോലെ അദ്ദേഹം ഏറ്റെടുത്തിയിരുന്നത്. കാരണം ഭാഗവതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ വഴിയിലേക്ക് പരീക്ഷത്തിനെ കൊണ്ടുവരണം എന്നുള്ളതായിരിക്കുന്ന ഒരു ഉദ്ദേശം. ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ രാജകുമാരനാണല്ലോ. അങ്ങനെ വളർന്ന് 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 അവസാനം പാണ്ഡവന്മാർ, ധർമ്മപുത്രാദികളൊക്കെ ഇനി ഭഗവാൻ സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി എന്ന് മനസ്സിലായി. ഭാരതയുദ്ധമൊക്കെ കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷമുള്ളതായിരിക്കുന്ന കഥകളാണ്. സ്വന്തം ധാമത്തിലേക്ക് ഭഗവാൻ തിരിച്ചെഴുന്നള്ളി എന്ന് മനസ്സിലായതോടുകൂടിയിട്ട് ഭഗവാൻ ഉപേക്ഷിച്ച ഈ ലോകം ജീവിതയോഗ്യമല്ല എന്ന് കരുതിയിട്ട് അവരും അവിടെ നിന്ന് ദേഹത്യാഗത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. ആരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ജ്യേഷ്ഠനായിരിക്കുന്ന ധർമ്മപുത്രരുടെ മുന്നിൽ ഇറങ്ങി, പിന്നാലെ ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഇങ്ങനെ ഓരോരുത്തരായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ പരീക്ഷത്തിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന കോട്ടവും ഇല്ലാതെ പ്രജാക്ഷേമ തൽപരനായിട്ട് ഭഗവത്പാദങ്ങളിൽ എല്ലാവർക്കും ഉത്തമ വിശ്വാസം വളർത്തത്തക്ക രീതിയിൽ പ്രജകളെ സംരക്ഷിക്കൂ എന്ന് ധർമ്മനിരതനായിട്ട് സംരക്ഷിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് അവർ ദേഹത്യാഗത്തിന് പുറപ്പെട്ടത്. പിന്നെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഒരു രാജ്യഭാരമായിരുന്നു.
അതെങ്ങനെയാണെന്നാണെങ്കിൽ അദ്ദേഹം രാത്രി കാലത്ത് വേഷപ്രച്ഛന്നനായിട്ട് വീഥിയിലൂടെ ഇറങ്ങി നടക്കും. തൻ്റെ ഭരണത്തിൽ ജനങ്ങൾക്ക് എന്തെന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിൽ അത് മുഴുവൻ നേരിട്ടറിഞ്ഞ് അവരെ സന്തോഷിപ്പിക്കണമെന്നുള്ളതായിരിക്കുന്ന ചിന്തയോട് കൂടിയിട്ട് പരീക്ഷിത് മഹാരാജാവ് അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇവിടെ മറ്റൊരു സമാന ഭരണകർത്താവും കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ. അത് പറ്റില്ലല്ലോ, എന്നാൽ അതൊന്ന് അറിയണം എന്ന് കരുതിയിട്ട് അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ചു പല വഴിക്കും. അവസാനം അദ്ദേഹം കണ്ടെത്തി സാക്ഷാൽ കലിയെ. പക്ഷേ അദ്ദേഹത്തെ ശരിക്കും അങ്ങോട്ട് കാണാൻ സാധിച്ചില്ല. നർമ്മദാ നദിയുടെ തീരത്ത് ഒരു രംഗം കണ്ടെത്തി അദ്ദേഹം. ഒരു പശുരൂപത്തിൽ ഒരു സ്വരൂപം അവിടെ നിൽക്കുന്നുണ്ട്. ആ പശുവിൻ്റെ കാല് തല്ലി ഒടിക്കുന്ന രൂപത്തിൽ വേറൊരു രാജോചിതമായിരിക്കുന്ന വേഷം ധരിച്ചു നിൽക്കുന്ന മറ്റൊരാൾ. പരീക്ഷിത് മഹാരാജാവ് ആ രംഗങ്ങനെ ശ്രദ്ധിച്ചു. ഈ പശു ആരോടോ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതൊരു പുരുഷനാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഈ മൃഗഭാഷ മനസ്സിലാക്കാൻ കഴിവുള്ളതായിരിക്കുന്ന മഹത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു വൃക്ഷത്തെ മറഞ്ഞു നിന്നുകൊണ്ട് ഇവരുടെ ഈ പശുവിൻ്റെയും ഈ പുരുഷൻ്റെയും സംസാരം ശ്രദ്ധിച്ചു കേട്ടു. ഈ പുരുഷൻ ആ പശുവിനോട് ചോദിക്കണു, എന്താ നിൻ്റെ ദുഃഖത്തിന് കാരണം? അപ്പോൾ പശു പറഞ്ഞു, എൻ്റെ ദുഃഖത്തിന് ശരിയായിരിക്കുന്നൊരു കാരണം എനിക്ക് പറയാൻ സാധിക്കും. അതെന്താണെന്നാണെങ്കിൽ എൻ്റെ ഈ കാലുകൾ മുഴുവൻ അടിച്ചു തകർത്ത ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒളിവിലാണ്. ആ ആളിങ്ങോട്ട് വന്നതുകൊണ്ടാണ് എനിക്ക് ദുഃഖിക്കേണ്ടി വന്നത്. കാരണം ഇതേവരെ എൻ്റെ സമീപത്തൊരു മിടുമിടുക്കനായിരിക്കുന്ന ഉണ്ണി ഉണ്ടായിരുന്നു. ആ ഉണ്ണിയെ ഇപ്പോൾ കാണാനില്ല. സാക്ഷാൽ ഭഗവാൻ പൊഞ്ചിലമ്പും കിലുക്കിക്കൊണ്ട് എൻ്റെ മാറിലൂടെയായിരുന്നു തത്തിക്കളിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ ആ ഉണ്ണി ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവാൻ കാരണം ഏതോ ഒരു വ്യക്തിയാണ്. അതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞ്, അതാരാ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ ഭഗവാൻ ഈ ഭൂലോകത്ത് എൻ്റെ മാറിലൂടെ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരും പോയിരുന്നില്ല. കാരണം ത്രീനത്യരോച ഉപലഭ്യതോ വിഭൂതിം ലോകാൻ സമാം വിസൃജതുസ്മയതിം തദന്തേ. ഈ ലോകത്ത് നിന്ന് ആരും സ്വർഗത്തിലേക്കോ ഉപരി സുഖങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോയിരുന്നില്ല. കാരണം എല്ലാറ്റിനേക്കാളും കേമമായിട്ട് ഈ ഭൂലോകം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാനായിക്കൊണ്ട് സാധിക്കും. ഇപ്പോഴാണെങ്കിലോ ആരും ഇവിടെ നിൽക്കുന്നില്ല. അതിന് കാരണം ആ ഭഗവാൻ വേർപെട്ടതുകൊണ്ടാണ്. അപ്പോൾ ആ ഭഗവാനെ കിട്ടാത്തതാണ് എൻ്റെ വലിയൊരു ദുഃഖം എന്ന് പശുസ്വരൂപം, ഭൂമിദേവിയാണ് ആ പശുസ്വരൂപം സ്വീകരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ അമ്മ ചോദിച്ചു, ഈ പശുമാതാവ് ഗോമാതാവ് ചോദിച്ചു, ആട്ടെ അങ്ങും ദുഃഖിക്കുന്നുണ്ടല്ലോ, അങ്ങയുടെ ദുഃഖത്തിന് എന്താ കാരണം എന്ന് ചോദിച്ച അവസരത്തിൽ ധർമ്മസ്വരൂപിയായിരിക്കുന്ന ആ കാള അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദുഃഖത്തിന് കാരണമുണ്ട്. എന്താണെന്നാലേ
എൻ്റെ നിലനിൽപ്പിന്, ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് ഉപോത്ബലകങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അത് ആണ് എൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം. ധർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും അതിന് സാധിക്കാത്തൊരവസ്ഥയാണ് ഇന്നിപ്പോൾ അനുഭവപ്പെട്ടുള്ളത്. അതാണ് എൻ്റെ വലിയ ദുഃഖം എന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ മഹാരാജാവ്, പരീക്ഷിത്ത് മഹാരാജാവിന് കാര്യം മനസ്സിലായി. അപ്പുറത്ത് ഊരിയ വാളുമായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, അതാണ് കലി എന്ന് മനസ്സിലായി. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് കലിയുടെ നേർക്കങ്ങോട്ട് തിരിഞ്ഞു. ഇവിടെ ഒരേ അവസരത്തിൽ രണ്ട് ഭരണകർത്താക്കൾ വേണ്ട, ഒന്നുകിൽ നീയേ അല്ലെങ്കിൽ ഞാൻ. അതുകൊണ്ട് ഞാനേതായാലും വിട്ടുപോകാൻ ഭാവമില്ല, നിന്നെ ഞാൻ നശിപ്പിക്കുമെന്നുള്ള നിലയ്ക്ക് കലിയെ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ട അവസരത്തിൽ അദ്ദേഹം വേഗം പരീക്ഷിത്തിൻ്റെ കാക്കൽ വീണങ്ങട് നമസ്കരിച്ചു. അവിടെ വെച്ച് കലിദേവൻ പറഞ്ഞു, അങ്ങ് പാണ്ഡവവംശത്തിൽ പിറന്ന ആളല്ലേ, പാണ്ഡവവംശത്തിൽ പിറന്നവരെ ആശ്രയിച്ചവരൊന്നും ഇന്നേ വരെ തട്ടി നീക്കിയിട്ടില്ല. അപ്പം എന്നെയും അങ്ങ് ഉപേക്ഷിക്കരുത്, എനിക്ക് അഭയം നൽകണം എന്ന് കാക്കൽ വീണങ്ങോട്ട് നമസ്കരിച്ചുകൊണ്ട് കലി അപേക്ഷിച്ച അവസരത്തിൽ പരീക്ഷത്തിനൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ അദ്ദേഹം വേഗം ആ കലിക്ക് അഭയം കൊടുത്തു എന്നാണ് പറയുന്നത്. കലി പറഞ്ഞു, എനിക്കും ഈ ലോകത്തിൽ കുറച്ചു കാലം ഭരിക്കാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ഭഗവാൻ അനുവദിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ പാടെ തുടച്ച് നീക്കരുത്, പരീക്ഷിത്ത് മഹാരാജാവിനോട് അപേക്ഷിച്ചു. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞു, നിന്നെ ഞാൻ നശിപ്പിക്കണമെന്നില്ല, ഒരു കാര്യം ചെയ്തോ, ഞാൻ നിന്നെ ചില പരിധികളൊക്കെ നിശ്ചയിക്കും, ആ പരിധിയിൽ നിന്ന് പുറത്ത് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു 4 പരിധി നിശ്ചയിച്ചു എന്ന്. ദ്യൂതം പാനം സ്ത്രീയ സൂനാഹ യത്ര അധർമ്മശ്ചതുർവിധ. അധർമ്മം നടമാടുന്ന 4 സ്ഥാനങ്ങളാണ്. ദ്യൂതം, പാനം, സ്ത്രീയ, സൂനാഹ. ദ്യൂതം എന്ന് പറഞ്ഞാൽ ചൂതുകളി. ചൂതുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം വെച്ച് കളിക്കുന്ന ചില ഗാംബ്ലിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ ദ്യൂതം. അവിടെ എപ്പോഴും കലഹം ഉണ്ടായിരിക്കും. കലി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കലഹം എന്നർത്ഥമാണ്. പിന്നെ പാനം, അത് ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സന്ധ്യാസമയത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓരോരുത്തർ സുബോധം തന്നെ നഷ്ടപ്പെട്ട് അങ്ങനെ അവിടെയും കലഹമാണ്. സ്ത്രീയ, അധർമ്മ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന സ്ത്രീകൾ സമ്മേളിക്കുന്ന സ്ഥാനം, അതും കലിയുടെ ഒരു ഇരിപ്പിടമാണ്. സൂനാഹ, അറവുശാല, ജന്തുഹിംസ നടക്കുന്ന സ്ഥാനം. ഇങ്ങനെ 3-4 സ്ഥാനങ്ങൾ കലിക്ക് പരീക്ഷിത്ത് മഹാരാജാവ് അറിഞ്ഞുകൊണ്ട് കൊടുത്തു. ഇതിന്ന് നീ പുറത്ത് കിടക്കരുത്, അവിടെ നീ യഥേഷ്ടം വിഹരിച്ചോ എന്ന് പറഞ്ഞ അവസരത്തിൽ പുനശ്ചയാചമാനായ ജാതരൂപമദാത് പ്രഭു. അത്രയും സന്തോഷമായില്ല. ഈ 4 നടക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊന്ന് വേണം, ജാതരൂപം. ജാതരൂപം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നർത്ഥമാണ്. സ്വർണം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. അധർമ്മമായിട്ട് സമ്പത്ത് എവിടെ കുന്നുകൂടിയിരിക്കുന്നുവോ അതവിടെയും കൂടിയിട്ട് എനിക്ക് വിഹരിക്കാനുള്ളൊരവസരം വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ, 4 കാല് ഉണ്ടായാൽ നടുക്കൊരു കാല് കൊടുത്താലേ അതിനാ പെരയ്ക്കൊരു സുരക്ഷിതത്തുള്ളൂ. അപ്പോൾ എനിക്ക് സുരക്ഷിതമായിട്ട് വിഹരിക്കണമെങ്കിൽ ധനം കൂടിയിരിക്കുന്ന സ്ഥലത്തും കൂടി വേണമെന്ന് പറഞ്ഞു. അതും കൊടുത്തു. അപ്പോൾ സന്തോഷമല്ലെങ്കിൽ സുഖജീവിതം ആഗ്രഹിക്കുന്നവർ ഈ സ്ഥാനം അമൂനി പഞ്ചസ്ഥാനാനി ഹ്യധർമ്മപ്രഭവക്കലി ഔത്തരേയേണ ദത്താനി ന്യവസത്തന്നിദേശകൾ അഥൈതാനി ന സേവേദ. ഈ സ്ഥാനങ്ങളിലൊന്നും പോരുത്. പോയാലോ നമ്മളുടെ സ്വൈരം നഷ്ടപ്പെടും, ജീവിതം താറുമാറാകും. എന്നാൽ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും
പരീക്ഷത്ത് ഇത്രയൊക്കെ കേമനാണ്. ഗർഭവാസകാലത്ത് പോലും ശ്രീകൃഷ്ണൻ്റെ സുരക്ഷ കിട്ടിയുള്ളതായിരിക്കുന്ന ഒരു മഹജ്ജീവനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും അധർമ്മിയായിരിക്കുന്ന ഈ കലിയെ അങ്ങോട്ട് നശിപ്പിക്കാമായിരുന്നില്ലേ എന്ന് ഒരു സംശയം. അപ്പോഴാണ് പറഞ്ഞത്, മുൻകൂട്ടി കണ്ടുപോലും പരീക്ഷിത് മഹാരാജാവ് കലികാലത്തിൻ്റെ മഹത്വം മറ്റ് കാലത്തിലൊന്നും കൃതം ത്രേതം ദ്വാപരം എന്നീ 3 യുഗങ്ങളിലും ഇല്ലാത്തതായിരിക്കുന്ന ഒരു മഹത്വം കലികാലത്തിലുണ്ട് എന്നാണ് പറയുന്നത്. എന്താ അതെന്നാണെങ്കിലേ, ഏതെങ്കിലും ഒരു മൂലക്കിരുന്നു കൊണ്ട് ഭഗവാന്റെ നാമം കൃഷ്ണ, ഹരേ, നാരായണ എന്നിത്യാദി തിരുനാമങ്ങൾ ഉറക്കെ ജപിക്കാൻ സാധിക്കുമെങ്കിൽ മറ്റൊരു യുഗത്തിലും അനുഭവപ്പെടാത്തതായിരിക്കുന്ന ഈശ്വരകാരുണ്യം ആ ജീവന് പെട്ടെന്ന് അനുഭവപ്പെടും. വില്ലോമംഗലം സ്വാമികളൊക്കെ അല്ലേ, സന്ധ്യാവന്ദന ഭദ്രമസ്തു ഭവതേ ഭോ സ്നാനതുഭ്യം നമഃ ഭോ ദേവാ പിതരശ്ച തർപ്പണവിധോ നാഹം ക്ഷമ്യതാം യത്ര ക്വാപി നിഷദ്യ യാദവകുലോത്തം സസ്യകം സദ്വിഷസ്മാരം സ്മാരം അഘം ഹരാമി തദലം മന്യേ കിമന്യേന മേ. സന്ധ്യാവന്ദനം, സ്നാനം, തർപ്പണം ഇതിൻ്റെയൊക്കെ ദേവതമാരൊരിക്കൽ സ്വരൂപം സ്വീകരിച്ച് വില്വമംഗലം സ്വാമിയാരുടെ അടുക്കെ ചെന്നു എന്നാണ് ഒരു കഥ. എന്നിട്ട് ചോദിച്ചു, അങ്ങ് എന്താ ഞങ്ങളെന്നും അത്ര ഗൗനിക്കാത്തതെന്നാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ വിളിച്ചായ കുളിയില്ല അദ്ദേഹത്തിന്. ഉദയാസ്തമയോ നസ്ത കഥം സന്ധ്യാമുപാസ്മഹേ. ഉദയവും ഇല്ല അസ്തമയവും ഇല്ല, എന്നാലല്ലേ സന്ധ്യാവന്ദനം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ചത്. തർപ്പിക്കാറില്ല അങ്ങ്. എന്തുകൊണ്ട് ഇതിനൊക്കെ അർഹതയുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ചെയ്തില്ലെങ്കിൽ പാപം പ്രത്യവായം എന്നുള്ളതായിരിക്കുന്നൊരു ദോഷം അങ്ങയെ ബാധിക്കില്ലേ എന്ന് ഒക്കെ ചോദിച്ച അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, അത് വിചാരിച്ചിട്ട് നിങ്ങളാരും വ്യാകുലപ്പെടണ്ട. എനിക്ക് ഇതുകൊണ്ടൊന്നും യാതൊരാപത്തും പിണയില്ല. ഈ ധർമാനുഷ്ഠാനങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താണെന്നറിയോ? യത്ര ക്വാപി നിഷദ്യ യാദവകുലോത്തം സസ്യകം സദ്വിഷസ്മാരം സ്മാരമഘം ഹരാമി. ഏതെങ്കിലും ഒരു മൂലയിലിരുന്നു കൊണ്ട് ശ്രീഗുരുവായൂരപ്പൻ്റെ തിരുനാമങ്ങൾ, നാരായണ, ഹരേ കൃഷ്ണ എന്നിത്യാദി തിരുനാമങ്ങൾ ഞാൻ ജപിച്ചുകൊണ്ട് എൻ്റെ അഘം ഹരാമി, സകല വിധത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങളെയും ഞാൻ നശിപ്പിച്ചു കൊള്ളാം. കിമന്യേനമേ, പിന്നെ നിങ്ങളുടെ സഹായം എനിക്ക് തീരെ ആവശ്യമില്ല എന്ന് വില്വമംഗലം സ്വാമിയാർ രസമായിട്ടിങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. അത് ഈ കലികാലത്തിൽ മാത്രമേ ഇങ്ങനൊരു സൗകര്യം, ഈശ്വര സന്തോഷത്തിന് ഇങ്ങനൊരു സൗകര്യം കലികാലത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റു യുഗങ്ങളിലൊന്നുമില്ല. കൃതേയധ്യായതോ വിഷ്ണും ത്രേതായാം യജതോ മഖയ്യദ്വാപരേ പരിചര്യായാം കലോ തദ്ധരി കീർത്തനാത്. കൃതയുഗത്തിലാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ മനസ്സുകൊണ്ട് ധ്യാനിക്കണം. അപ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ സ്വസ്ഥമായിരിക്കണം. ഭഗവാന്റെ സ്വരൂപം ഹൃദയത്തിൽ നല്ല പോലെ അങ്ങനെ വരണം. ത്രേതായാം യജതോ മഖൈഹി, ത്രേതായുഗത്തിലാണെങ്കിൽ അഗ്നിമുഖത്ത് ഈശ്വരനെ കണ്ടുകൊണ്ട് ആരാധിക്കണം, എന്നാലേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ. ദ്വാപരയുഗത്തിലാണെങ്കിൽ ഭഗവാനെ ബിംബ ആരാധന, പരിചര്യ, പൂജാരൂപത്തിൽ ഭഗവാനെ സങ്കല്പിക്കണം. കലികാലത്തിലാണെങ്കിൽ ഇതൊന്നും വേണ്ട. ധ്യാനിച്ചാൽ മനസ്സുറച്ചു നിൽക്കുന്ന യാതൊരു ഉറപ്പുമില്ല. യാഗത്തിലൂടെ മനസ്സിനെ ഏകീകരിക്കാൻ സാധിക്കുന്ന നിശ്ചയമില്ല. പൂജാവിധികളൊക്കെ വേണ്ടത്ര അതിൻ്റെ ഗൗരവത്തോടു കൂടി ചെയ്യാനായിക്കൊണ്ട് സാധിക്കുമെന്ന് നിശ്ചയമില്ല. പിന്നെയോ ഭഗവാന്റെ നാമം നാരായണ നാരായണ എന്നുള്ളതായിരിക്കുന്ന ആ തിരുനാമം
മാത്രം ജപിച്ചുകൊണ്ട് ഈ ദേഹത്തെ ഉപേക്ഷിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാനായിക്കൊണ്ട് സാധിക്കും. ഇതാണ് കലികാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവ് കലിയെ തീരെ നശിപ്പിക്കാതിരുന്നത് എന്നാണ്. മാത്രമല്ല കലോഹലു ഭവിഷ്യന്തി, കലികാലത്തിൽ ജന്മം കിട്ടണമെന്ന് ആഗ്രഹിച്ച എത്രയെത്രയോ മഹാത്മാക്കളുണ്ട്. ഭഗവാനെ പെട്ടെന്ന് സന്തോഷിപ്പിക്കാൻ കലികാലത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇത് മനസ്സിലാക്കി പരീക്ഷിത് മഹാരാജാവ്. എന്നിട്ടാണ് കലിയെ നശിപ്പിക്കാതിരുന്നത്. ഏതായാലും അങ്ങനെ കലിയെ തൻ്റെ കീഴിലാക്കിക്കൊണ്ട് ഉള്ളതായ ആ പരീക്ഷിത്ത് അദ്ദേഹത്തെ തന്നെ പിന്നെ കലി ബാധിച്ചു എന്നാണ് പിന്നെ നമ്മളൊരു കഥ കാണുന്നത്. അതെന്താണെന്നാണെങ്കിൽ, രാജാക്കന്മാരൊക്കെ ആണെങ്കിലേ സപ്തവ്യസനങ്ങളുണ്ട് രാജാക്കന്മാർക്ക്. വ്യസനം എന്ന് പറഞ്ഞാൽ ദുഃഖമല്ല കേട്ടോ അർത്ഥം. മനസ്സിൻ്റെ അത്യാസക്തിക്കാണ് വ്യസനം എന്ന് പറയുക. 7 വ്യസനങ്ങളാണ് രാജാക്കന്മാർക്ക്. അതിൽ പ്രധാനപ്പെട്ടതാണ് മൃഗയ എന്നുവെച്ചാൽ നായാട്ട്. അപ്പോൾ കാട്ടിലൂടെ സഞ്ചരിച്ച് ദുഷ്ട ജന്തുക്കളെയൊക്കെ ഇങ്ങനെ നിഗ്രഹിച്ച് അങ്ങനെ വേട്ടയാടിക്കൊണ്ട് നടക്കുക എന്നുള്ളത് രാജാവിനൊരു നേരം പോക്കായിട്ടൊരിക്കൽ തോന്നി. അങ്ങനെ പല മൃഗങ്ങളെയും വേട്ടയാടിക്കൊണ്ടങ്ങനെ സഞ്ചരിച്ച സന്ദർഭത്തിലാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ദാഹം തോന്നി. തൃഷാർത്തനായ അവസരത്തിൽ തൊട്ടടുത്ത കണ്ടുള്ളതായിരിക്കുന്ന ഒരു പർണശാലയെ ലക്ഷ്യം വെച്ച് അദ്ദേഹം അവിടെ കയറി ചെന്നു, പരീക്ഷിത് മഹാരാജാവ്. അപ്പോൾ അവിടെ ആ പർണശാലാധിപതിയായിരിക്കുന്നൊരു മഹർഷി ധ്യാനനിരതനായിട്ടിരിക്കുകയായിരുന്നു. മഹാരാജാവ് കയറി വന്നത് അദ്ദേഹം അറിഞ്ഞില്ല. അസംപ്രാപ്ത അർഘ്യസൂന്നത, തനിക്ക് പ്രതീക്ഷിച്ചത്ര സൽക്കാരം ഇവിടുന്ന് കിട്ടിയില്ല. ഒരിറ്റ് ജലം പോലും തൊണ്ട നനയ്ക്കാൻ വേണ്ടിയിട്ട് തനിക്ക് കിട്ടിയില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് ദ്വേഷ്യം വന്നു എന്നാണ്. ഈ ദ്വേഷ്യമാണ് കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കലി പുറമേയൊന്നുമല്ല, നമ്മുടെ നാവിൽ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് കലിയുടെ ഇരിപ്പിടം. എന്തു വേണ്ടോ നിശ്ചയമില്ലാതെ മഹാരാജാവ് ക്രോധാക്രാന്തനായിക്കൊണ്ട് തന്നെ മഹാരാജാവാണെന്നുള്ളതായിരിക്കുന്ന ചിന്ത പോലും ഇല്ലാതെ അദ്ദേഹം കണ്ണടച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് യഥാർത്ഥ സമാധിയാണോ കള്ളസമാധിയാണോ എന്നൊന്ന് അറിയണം എന്ന് കരുതിയിട്ട്, തൻ്റെ പേര് പരീക്ഷിത്തെന്നുമാണല്ലോ, ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതിയിട്ട് ആ വില്ലിൻ്റെ അഗ്രഹം കൊണ്ട് നോക്കിയപ്പോൾ അവിടെ ഒരു പാമ്പിൻ്റെ ജഡം കിടന്നിരുന്നു. അതുകൊണ്ട് കോരി ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലൂടെ അങ്ങോട്ട് ഇട്ടു. എന്നിട്ടും അദ്ദേഹത്തിനൊരു ഭാവവ്യത്യാസം ഉണ്ടായില്ല, കണ്ണ് തുറന്നതുമില്ല. അപ്പം മനസ്സിലായി ഇത് യഥാർത്ഥ സമാധിയാണ് എന്ന് മനസ്സിലായി. വേറെ ആരെയും അവിടെ കാണാത്തത് കൊണ്ട് ഇനി വെള്ളം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി അവിടെ നിന്നില്ല. വേഗം കൊട്ടാരത്തിലേക്ക് തന്നെ പോകട്ടെ എന്ന് പറഞ്ഞ് വേഗം അങ്ങോട്ട് പോയ സന്ദർഭത്തിലാണ് ഈ മഹർഷിയുടെ പുത്രൻ, ശമീകൻ എന്ന മഹർഷിയുടെ പുത്രൻ ശൃംഗി കൂട്ടുകാരത്ത് തപസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അല്ല, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഈ ശൃംഗിയോടെടോ, നിൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഒരു പാമ്പിൻ്റെ ജഡം ആരോ കോരിയിട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചോ നീ എന്ന് ചോദിച്ചു. ചെന്ന് നോക്കിയപ്പോൾ എന്താണെന്നറിയോ, അച്ഛൻ്റെ കഴുത്തിലൊരു ജഡം കയറിയിട്ടിട്ടുണ്ട്. എന്താ വേണ്ടത് നിശ്ചയമില്ലാതെ അദ്ദേഹത്തിനും ദേഷ്യം വന്നു. നമുക്ക് ഒരു പ്രവൃത്തി കൊണ്ട് എല്ലാവരുടെയും മനസ്സ് പ്രക്ഷുബ്ധമായി തീർന്നു ഇല്ലേ? ആ മഹർഷി ബാലനും അവിടെ എന്തു വേണ്ടോ നിശ്ചയമില്ലാതെ ദേഷ്യം ഇങ്ങോട്ട് വന്നു. ഇതിന് പകരം ചോദിക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് ആ മഹർഷി ബാലനും അങ്ങനെ ജലമെടുത്ത് ആചമനമൊക്കെ ചെയ്ത് മനസ്സ് പരിപക്വമാക്കിയിട്ട് കയ്യിൽ ജലം കൊണ്ടെടുത്ത് അദ്ദേഹം ശപിച്ചു, ശാപവാക്യങ്ങൾ അങ്ങോട്ട് തൊടുത്തു വിട്ടു. ആരാണോ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഈ പാമ്പിൻ്റെ ജഡം കോരിയിട്ടിട്ടുള്ളത്, ആ വ്യക്തി ഇന്ന് 7-ാം നാൾ
തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്നുള്ളതായിരിക്കുന്ന ഒരു ശാപം. അതോടുകൂടിയിട്ട് ആ ഉണ്ണിയുടെ തേജസ് മുഴുവൻ അങ്ങോട്ട് നശിച്ച് ഉറക്കെ പൊട്ടി പൊട്ടി കരയാൻ അങ്ങോട്ട് തുടങ്ങി. കരയാൻ തുടങ്ങിയതോടുകൂടിയിട്ട് മഹർഷി കണ്ണുമിഴിച്ചു. നമ്മളൊക്കെ വിചാരിക്കപ്പോൾ ഉണ്ണിയുടെ കരച്ചിൽ കേട്ടിട്ടാവും കണ്ണുമിഴിച്ചതെന്നല്ലേ? അങ്ങനെ ധരിക്കരുത് കേട്ടോ. പിന്നെയോ, തൻ്റെ കണ്ണിലുണ്ണിയായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിനെ യാതൊരു ബാലനാണോ ശപിച്ചത്, അവൻ്റെ അച്ഛൻ്റെ ഹൃദയത്തിൽ താനിനി ഇരിക്കില്ല എന്ന് ഭഗവാനും വിചാരിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് മഹർഷിയുടെ ഹൃദയത്തിൽ നിന്ന്, ആ ധ്യാനത്തിൽ നിന്ന്, ആ ഹൃദയത്തിൽ അങ്ങനെ ശോഭിച്ചിരുന്നു ഭഗവാന്റെ സ്വരൂപം. ഭഗവാൻ അവിടുന്ന് അങ്ങോട്ട് അപ്രത്യക്ഷനായി. ധ്യാനം പിഴച്ച അവസരത്തിൽ മഹർഷി കണ്ണു തുറന്നു. നോക്കിയപ്പം ഉണ്ണി സമീപത്ത് കരഞ്ഞിരിക്കുന്നതാണ് കണ്ടത്. എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ വിവരങ്ങളൊക്കെ മനസ്സിലായി. അപ്പോഴാണ് അവിടെ വെച്ച് വേഗം പോയി, ആ മഹാരാജാവ് രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭഗവാനെ സേവിക്കാനുള്ള അവസരമുണ്ടായിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ വിവരം അറിയിക്കണം. 7 ദിവസം ആയുസ്സുണ്ട്. നല്ലത് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം നഷ്ടപ്പെടുത്താതെ പ്രവർത്തിച്ചോളാൻ അദ്ദേഹത്തെ അറിയിക്കൂ എന്നാണ്. അതാണ് നമുക്കൊക്കെ ഇപ്പോൾ എത്ര ദിവസം ആയുസ്സുണ്ട് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കോ ചോദിച്ചാൽ മറുപടിയില്ല. ഡോക്ടറെ അടുക്കൊക്കെ പോയിട്ടേ സർട്ടിഫിക്കറ്റ് വാങ്ങും. 1 കൊല്ലത്തേക്ക് ഇയാൾക്ക് യാതൊന്നും ആപത്ത് പിണയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഫീസും കൊടുത്ത് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ചിലപ്പോൾ തലയിറ്റി വീണുണ്ടാവും. അടുത്ത നിമിഷം നോക്കിയാൽ ശ്വാസം ഉണ്ടാകും. അതാണ് മനുഷ്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ 7 ദിവസം ആയുസ് അദ്ദേഹത്തിനുണ്ട്. എന്തു വേണമെങ്കിലും നല്ലത് ചെയ്യാനുള്ള അവസരമുണ്ട്, അത് പാഴാക്കാതെ ചെയ്യൂ എന്ന് മഹാരാജാവിനെ അറിയിച്ചു. മഹാരാജാവിനും അതെ, താൻ ധർമ്മത്തെ പരിരക്ഷിക്കേണ്ട താൻ അധർമ്മം പ്രവർത്തിച്ചല്ലോ എന്നോർത്ത് വളരെ പശ്ചാത്താപവിവശനായിക്കൊണ്ട് അദ്ദേഹം, ഇതും ഭഗവാന്റെ ഒരു അനുഗ്രഹമായിരുന്നു എന്നാണ്. എന്താ കാരണം എന്നല്ലേ? രാജ്യകാര്യങ്ങളിലും മറ്റ് ലൗകിക ചിന്തകളിലും പെട്ട് മനസ്സ് ഭഗവാനിൽ നിന്ന് അകന്നുപോയിരുന്നു പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ. അദ്ദേഹത്തെ തിരിച്ച് തൻ്റെ പാദങ്ങളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുവാനുള്ളതായിരിക്കുന്ന ഭഗവാന്റെ ഒരു ഉപായമായിരുന്നു ഈ ബ്രാഹ്മണ ശാപം എന്നുള്ളത് എന്ന്. അപ്പോൾ നമ്മളൊക്കെ കരുതും ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ചെറിയ ചെറിയ ദുഃഖങ്ങൾ ജീവിതത്തിൽ വരുന്ന അവസരത്തിൽ ഇങ്ങനെയൊക്കെ എനിക്ക് എന്നെക്കൊണ്ട് അനുഭവിപ്പിച്ചല്ലോ ഭഗവാൻ എന്നുള്ള ചിന്ത ഉണ്ടാകുന്ന അവസരത്തിൽ വാസ്തവത്തിൽ അത് ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്ന അവസരത്തിൽ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവനെ തോട്ടിയിട്ട് തൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പരീക്ഷിത്തിനും അനുഭവപ്പെട്ടത്. ഓരോരോ വയറുവേദനയായിട്ടും മറ്റോരോ ദുഃഖങ്ങളായിട്ട് ഭഗവാനിലേക്ക് അടുക്കണു. ഇവിടെ ബ്രാഹ്മണ ശാപം വഴിക്കാണ് ഭഗവാനിലേക്ക് അടുത്തത്. എല്ലാം ഉപേക്ഷിച്ചു അദ്ദേഹം. തൻ്റെ പുത്രനായിരിക്കുന്ന ജനമേജയന് രാജ്യഭാരമേൽപ്പിച്ച് ഇനി ഭഗവാന്റെ പാദസേവ എന്ന് കരുതിയിട്ട് ഗംഗാതീരത്ത് ചെന്നങ്ങടെ പ്രായോപവേശം ചെയ്തു പരീക്ഷിത്ത് മഹാരാജാവ്. പ്രായ എന്ന് പറഞ്ഞാൽ മരണം, ഉപവേശം എന്ന് പറഞ്ഞാൽ കിടക്കുക. അപ്പോൾ പ്രായോപവേശം എന്ന് പറഞ്ഞാൽ മരിക്കാനായിട്ടാണ് കിടക്കുക. ഇനി മരിച്ചതിന് ശേഷമേ എഴുന്നേൽക്കുള്ളൂ, മരിച്ചാൽ എഴുന്നേൽക്കില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് എഴുന്നേറ്റ് എങ്ങോട്ടും പോവില്ല എന്നുള്ളൊരു വിചാരം. ഭഗവത്പാദം തനിക്ക് അങ്ങേയറ്റത്തെ രക്ഷ എന്നുള്ളതോടുകൂടിയിട്ട് അവിടെ അങ്ങോട്ട് പ്രായോപവേശം ചെയ്ത സന്ദർഭത്തിലാണ് ഈ പ്രാർത്ഥന ഭഗവാന്റെ പാദത്തിൽ ചെന്നങ്ങോട്ട് ശക്തമായിട്ടങ്ങോട്ട് തട്ടി. അപ്പോൾ ആ ശ്രീലകത്ത് നിന്ന് സാക്ഷാൽ ഭഗവാൻ അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. പോരുന്ന അവസരത്തിൽ ഭഗവാൻ തൻ്റെ ചില വിഭൂതികളൊക്കെ ഉപേക്ഷിച്ചു. ഓടക്കുഴൽ അവിടെ താഴത്ത് വെച്ചു, അത് വേണ്ട തീർച്ചയായും. മയിൽപ്പീലെടുത്ത് താഴെ വെച്ചു. മഞ്ഞപ്പെട്ട് വേണ്ടാന്ന് വെച്ചു. ദൃഷ്ട്വാ തം പീതചേലം മണിമയമുരളിം പിഞ്ചജാലം ചഹിത്വാ ലക്ഷ്മീകാന്തസമേതി
സ്വയമിതി മുനയോ മേനിരേ മാരുതേശ. എല്ലാം ഉപേക്ഷിച്ച് ആ ഗംഗാതീരത്തിലേക്ക് ഇങ്ങോട്ട് വന്നു സാക്ഷാൽ ഭഗവാൻ ശ്രീ സുഖബ്രഹ്മർഷിയുടെ രൂപത്തിൽ എന്നാണ്. അപ്പോഴാണ് ആ ഗുരുനാഥനെ സൽക്കരിച്ച് ഇരുത്തിയിട്ട് തൻ്റെ ആഗ്രഹം ആ ശ്രീ സുഖബ്രഹ്മർഷിയുടെ പാദത്തിലങ്ങോട്ട് സമർപ്പിച്ചു പരീക്ഷിത്ത് മഹാരാജാവ്. ഇനി എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതെന്താണെന്നാണെങ്കിൽ, 7-ാം നാൾ ദ്വിജോപസൃഷ്ട ബ്രാഹ്മണശാപമേറ്റിട്ടുണ്ട്, തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന്. അതിലൊന്നും എനിക്ക് ഒട്ടും സങ്കടം തോന്നുന്നില്ല. ശേഷിച്ചതായിരിക്കുന്ന ഈ ജീവിതകാലം ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാതെ ഈശ്വരോപാസന ചെയ്യണം. ഗായത വിഷ്ണുഗാഥ ദ്വിജോപസൃഷ്ട കുഹകസ്തക്ഷകോ വാദശതു അലം ഗായത വിഷ്ണുഗാഥ. ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വരൂപത്തെയും കഥകളെയും അനുസ്മരിക്കാനുള്ളതായിരിക്കുന്ന ഒരവസരം അവിടുന്ന് അനുവദിച്ചു തരണേ എന്ന് ശ്രീ സുഖബ്രഹ്മർഷിയോട് അങ്ങനെ അരുളി ചെയ്ത സന്ദർഭത്തിലാണ് പരീക്ഷിത്ത് മഹാരാജാവിനോട് പറഞ്ഞു, അങ്ങക്ക് 7 ദിവസം ആയുസ്സില്ലേ, ഇത്രയൊന്നും വേണ്ട, അങ്ങയെ ഞാൻ എന്തായാലും ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ എത്തിച്ചുകൊള്ളാം എന്നങ്ങോട്ട് വാക്ക് കൊടുക്കണു പരീക്ഷിത്ത് മഹാരാജാവിന്. 7 ദിവസം വേണ്ട എന്ന് പറഞ്ഞു. ഗുരുവായൂർ അത് അനുഭവപ്പെടുത്തിയിട്ടുണ്ടൊരു മഹാത്മാവ്. അബ്ദാർത്ഥേന ഹരിം പ്രസന്നമകരോദൗത്താനപാദിശിശു സപ്താഹേന നൃപ പരീക്ഷിതബലായാമാർദ്ധത പിംഗള ഖട്വാംഗോ ഘടികാദ്വയേന നവതി പ്രായോപി തന്നവ്യഥേ തം കാരുണ്യനിധിം പ്രപദ്യ ശരണം ശേഷായുഷാ തോഷയേ. ഒരു മഹാത്മാവ്, ചേലപ്പറമ്പ് എന്നാണ് ഭക്തന്മാരൊക്കെ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത്. ഒരു 11:30-12 മണി സമയത്ത് അദ്ദേഹം സ്ത്രീകളുടെ കയ്യും പിടിച്ച് ഗുരുവായൂരിൽ ആ കുളത്തിലേക്ക് കുളിക്കാൻ വരികയാണത്രേ. അപ്പോൾ അന്നൊക്കെ നമസ്കാരം എന്ന് വെച്ചാൽ ഭക്ഷണം ബ്രാഹ്മണർക്ക് ആ വാതിലുമാടത്തിലുണ്ട്. ഊണ് കഴിഞ്ഞ് കൈ കഴുകുക വടക്കേ ക്ഷേത്രത്തിലാണ്, കുളത്തിലാണ്, ക്ഷേത്രക്കുളത്തിലാണ്. അപ്പോൾ അങ്ങോട്ട് ചില ബ്രാഹ്മണർ ചെല്ലുന്നത് കണ്ടപ്പോഴാണ് ഇദ്ദേഹം ഒരു വിടൻ്റെ ഭാവത്തിൽ സ്ത്രീകളുടെ കയ്യും പിടിച്ച് കുളത്തിലേക്ക് കുളിക്കാൻ വരുന്നത്. പണ്ടുള്ള ബ്രാഹ്മണരെന്നൊക്കെ പറഞ്ഞാലേ മഹാജ്ഞാനികളാണ്. മരണം അതിൻ്റെ ലക്ഷണമൊക്കെ ശരിക്കും നിശ്ചയമുള്ളതായിരിക്കുന്ന മഹാത്മാക്കളായിരുന്നു. അപ്പോൾ അതിൽ 1-2 പേര് ചോദിച്ചു അദ്ദേഹത്തോട്, ഇനിയും ഇതൊക്കെ അവസാനിപ്പിക്കാറായില്ലേ എന്നൊരു ചോദ്യം. അദ്ദേഹത്തിനും കാര്യം മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത്രയ്ക്കായോ എന്ന് ചോദിച്ചു. വഴുകി എന്ന് പറഞ്ഞു. മുങ്ങാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്ന് മുങ്ങി ഓടിയാൽ ചിലപ്പോൾ തരായിക്കൂടായില്ല എന്ന് പറഞ്ഞു. സ്ത്രീകളുടെ കയ്യൊക്കെ വിട്ടു. ആ കുളത്ത് പോയിട്ട് തീർത്ഥക്കുളത്തിൽ ഒന്ന് മുങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങി. പോരുന്ന വഴിക്ക് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, എനിക്ക് 90 വയസ്സായി, ഭഗവാൻ എന്നെ സ്വീകരിക്കുമോ? അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, ഇല്ല, ഭഗവാന്റെ കാരുണ്യത്തിന് കാലപരിധിയില്ല. 6 മാസം കൊണ്ട് ധ്രുവൻ സന്തോഷിപ്പിച്ചു. 7 ദിവസം കൊണ്ട് പരീക്ഷത്തിന് ഭഗവാന്റെ കാരുണ്യം കിട്ടി. അബലായാമർദ്ധത പിങ്കള. പിങ്കളയ്ക്ക് അത്രയൊന്നും വളരെ കുറഞ്ഞ സമയമേ വേണ്ടിയിരുന്നുള്ളൂ. ഖട്വാംഗോ ഘടികാദ്വയേന. ഖട്വാംഗന് 2 നാഴിക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ 2 നാഴിക എന്ന് പറഞ്ഞാൽ 48 മിനിറ്റ്. ഇത്ര മാത്രമേ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നുള്ളൂ. ഖട്വാംഗന് അവിടുന്ന് ഇവിടെ വന്നിട്ട് ഭഗവാന്റെ ഭാഗത്തിൽ പോകാം.
അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാരുണ്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ഞാൻ നവതി പ്രായോപി തന്നവ്യഥേ, 90 വയസ്സായി എന്നുണ്ടെങ്കിലും 90 അടുത്തു പരിവത്സരം മേ, 90 വയസ്സായി എന്നുണ്ടെങ്കിലും ന വ്യഥേ, ഞാൻ ഒരിക്കലും സങ്കടപ്പെടുന്നില്ല. കാരണം ശേഷായുഷാം തോഷയേ, ശേഷിച്ച ആയുസ്സുകൊണ്ട് ഞാൻ ഭഗവാനെ സന്തോഷിപ്പിക്കും. സന്തോഷിപ്പിച്ചു കൊള്ളാമെന്നല്ല, സന്തോഷിപ്പിക്കും എന്നാണ്. തോഷയേ എന്നുള്ള ആ ക്രിയയുടെ പ്രത്യേകതയാണ്. എന്താ അതിന് ഇത്ര ഉറപ്പ് എനിക്കെന്നാണെങ്കിൽ, തം കാരുണ്യനിധിം, കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവിടമാണ് ശ്രീ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് ഞാൻ ആ ഭഗവാനെ സന്തോഷിപ്പിക്കും എന്നങ്ങോട്ട് പറഞ്ഞതോടു കൂടിയിട്ട് ആ ഭഗവാന്റെ നേരെ മുന്നിൽ അവിടെ അങ്ങോട്ട് എത്തി, വീണങ്ങോട്ട് നമസ്കരിച്ചു. അപ്പോഴേക്കും ആ കാരുണ്യ ശ്രീകോവിൽ ഉച്ചപൂജ നടയങ്ങോട്ട് തുറന്ന് ഭഗവാൻ ഇദ്ദേഹത്തെ അങ്ങോട്ട് സ്വീകരിച്ചു എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ശ്രീ സുഖബ്രഹ്മർഷി പറഞ്ഞു, 7 ദിവസം അങ്ങയ്ക്ക് ആയുസ്സില്ലേ, ഒട്ടും പരിഭ്രമിക്കണ്ട, തീർച്ചയായിട്ടും അങ്ങയെ ഞാൻ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചു കൊള്ളാം എന്ന് വാക്ക് കൊടുത്തു. ഇങ്ങനൊരു ഗുരുവിനെ കിട്ടാനാണ് ഒരു ജീവൻ പുണ്യം ചെയ്യേണ്ടത്. അത്രയും ഉപാസനയുള്ള ഒരു ഗുരു ഇന്ന് ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല. അതുകൊണ്ട് ഭാഗവതം പറയുന്നു, തസ്മാത് ഗുരും പ്രപദ്യേത, ഭാഗവതമാണ് ഏറ്റവും വലുതായിരിക്കുന്ന ഗുരുനാഥൻ. ആ ഭാഗവതത്തെ ആശ്രയിച്ചുകൊണ്ട് തിരുനാമ സങ്കീർത്തനത്തിലൂടെ ഭഗവത് പാദത്തിൽ എത്തിച്ചേരുക. ഇതാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ നമ്മളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്തൊക്കെയോ പറഞ്ഞു എന്ന് മാത്രം. നല്ലത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. യദ്യതത്ര വിപരീതമസ്തി തദ്യുജ്യതേ പരമപാമരസ്യ മേ യച്ഛ കിഞ്ചിദമലം തദസ്യതേ മൽപതേ ഗുരുമരുൽപുരീപതേ. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് ആ അനുഗ്രഹത്തിന് വീണ്ടും ഭഗവത് പാദത്തിലും സജ്ജനപാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് ഇതാ ഇവിടെ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു.